തമിഴ് നടനും നിർമ്മാതാവുമായ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നയൻതാര. തന്റെ വിവാഹ ഡോക്യുമെന്ററി പുറത്തിറക്കാൻ ധനുഷ് തടസ്സം നിൽക്കുന്നുവെന്ന് നയൻതാര ആരോപിച്ചു. നാനും റൌഡിത എന്ന സിനിമയിലെ 3 സെക്കൻഡ് ദൃശ്യങ്ങൾ നീക്കാൻ 10 കോടി രൂപ ആവശ്യപ്പെട്ട് നിർമ്മാതാവായ ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചുവെന്നും നയൻതാര പറഞ്ഞു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, ഈ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടി അതാണോ നയൻതാരയെ ചൊടിപ്പിക്കുന്നത്? ധനുഷ് ക്ഷമിക്കണം, ഗോകുൽ, അത്തരത്തിൽ കാര്യങ്ങളെ ചെറുതായി കാണാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 2 വർഷമായി നയൻതാരയും ധനുഷും തമ്മിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. നയൻതാരയുടെ ഒരു ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നുണ്ട്. അതായത് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്നുള്ളൊരു ഡോക്യുമെന്ററിയാണ് പുറത്തിറങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷമായി നയൻതാരയും ധനുഷും തമ്മിൽ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട്. ഈ ഡോക്യുമെന്ററിക്കായി ഞാനും റൌഡിത എന്നുള്ള ധനുഷ് നിർമ്മിച്ച ചിത്രത്തിന്റെ കുറച്ച് ദൃശ്യങ്ങൾ, കുറച്ച് ഫോട്ടോകൾ, ലൊക്കേഷൻ സ്റ്റില്ലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ നയൻതാര വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ധനുഷ് ഇത്തരത്തിൽ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല, താൻ നിർമ്മിച്ച ചിത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് നയൻതാരയെ അറിയിച്ചത്. അതിനുശേഷം 2 വർഷമായി നിരന്തരം ധനുഷിനോട് ഈ ഒരു ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ തന്നെ അനുവദിക്കണമെന്ന് നയൻതാര ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഈ നടൻ ധനുഷ് തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു തുറന്ന കത്ത് ഇപ്പോൾ നയൻതാര ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ധനുഷിന് തന്നോടും ഭർത്താവിനോടും അടങ്ങാത്ത പകയാണ്. ഈ പക കൊണ്ടാണ് തന്റെ ഡോക്യുമെന്ററി പുറത്തിറക്കാൻ തടസ്സം നിൽക്കുന്നത്. 3 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള, സോഷ്യൽ മീഡിയകളിലൊക്കെ വ്യാപകമായി കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും ക്ലെയിം ചെയ്യാതെ തന്നെ ഇപ്പോൾ പ്രചരിക്കുന്ന ചില ദൃശ്യങ്ങൾ മാത്രമാണ് താൻ തന്റെ ഈ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലും ധനുഷ് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം 10 കോടി രൂപ, ഈ 3 സെക്കൻഡ് ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് 10 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് പകയുടെയും വിദ്വേഷത്തിന്റെയും വ്യക്തിവൈരാഗ്യത്തിന്റെയും ഭാഗമായി ഉണ്ടായതാണ് എന്ന് നയൻതാര തുറന്നടിക്കുകയാണ്. ഒപ്പം തന്നെ ധനുഷ് സിനിമയിലേക്ക് വന്ന വഴിയും താൻ സിനിമയിലേക്ക് വന്ന വഴിയും ഈ ഒരു കത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും തരംതാണ പ്രവൃത്തിയാണ് ധനുഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നയൻതാര പറഞ്ഞു വെക്കുന്നു. സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ഒരു രാജാവാണോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള, ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ ധനുഷ് എന്ന് കൂടി നയൻതാര ചോദിച്ചു വെക്കുന്നു. ഒപ്പം ധനുഷിനെ വ്യക്തിപരമായി കൂടി കടന്നാക്രമിക്കുന്ന തരത്തിലേക്കാണ് കത്ത് പിന്നീട് പോകുന്നത്. ധനുഷ് മുഖം മൂടി അണിഞ്ഞു സമൂഹത്തിന് മുന്നിൽ അഭിനയിക്കുന്നയാളാണ്. തന്റെ ഓരോ ഓഡിയോ ലോഞ്ചുകളിലും പല പല കഥകളുമായി വന്ന് ആളുകളുടെ മുന്നിൽ താനൊരു പാവമാണെന്നും തനിക്കൊരു ക്ലീൻ ഇമേജ് ഉണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹം ആളുകളോട് ഇടപെടുന്നു. അങ്ങനെയാണ് നയൻതാര പറയുന്നത്. ഈ ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്തുണ്ടായ ചില ദുരനുഭവങ്ങളും ധനുഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില വ്യക്തിപരമായുള്ള കമന്റുകളും ചിത്രത്തെ സംബന്ധിച്ചുള്ള ചില ഏറ്റുമുട്ടലുകളും തർക്കങ്ങളും ഒക്കെ ഈ ഒരു കത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ദുരിതം കണ്ട് സന്തോഷിക്കുന്നയാളാണ് ധനുഷ് എന്നുകൂടി നയൻതാര പറയുന്നു. ഒപ്പം തന്നെ ഈ നിയമപരമായിട്ടുള്ള കാര്യത്തിൽ ഒരു പക്ഷേ കോടതിയിലൊക്കെ താൻ തോറ്റുപോയേക്കാം, പക്ഷെ ദൈവത്തിന്റെ കോടതിയുണ്ട്, അവിടെ താൻ വിജയിക്കുമെന്ന് കൂടി നയൻതാര പറഞ്ഞു വെക്കുന്നു. കേവലം ഒരു ചെറിയ വിമർശന കത്തല്ല ഇത്. ആദ്യം മുതൽ തന്നെ താൻ ഒരുപാട് സിനിമയിൽ സ്ട്രഗിൾ ചെയ്തു വന്നയാളാണ്. തനിക്ക് അങ്ങനെ പാരമ്പര്യമൊന്നും ഇല്ലാതെ സിനിമയിലേക്ക് കടന്നു വന്നയാളാണ്. പക്ഷെ ധനുഷിന് ഒരുപാട് പേരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിലനിന്ന് പോകാനും പ്രൊഡ്യൂസറായി മാറാനും പല ചിത്രങ്ങൾ ലഭിക്കാനും ഒക്കെ അങ്ങനെ ധനുഷിന് സഹായം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ താഴെത്തട്ടിൽ നിന്ന് പൊരുതുന്നവരുടേത് കൂടിയാണ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നവരുടേത് കൂടിയാണ്. അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ ധനുഷിന്റെ ഈ ഒരു പ്രവൃത്തി വളരെ മോശമാണ്. അത് വ്യക്തിവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തന്റെ ഡോക്യുമെന്ററിക്ക് ധനുഷ് എതിര് നിൽക്കുന്നത് എന്ന് നയൻതാര പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും നയൻതാരയുടെ ആ വിവാഹ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് വാങ്ങിയതാണ്. അതിൽ പുറത്തു വരാൻ ഇങ്ങനെ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ്. പക്ഷേ 3 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യത്തിന് 10 കോടി കോപ്പിറൈറ്റ് ക്ലെയിം ധനുഷ് ആവശ്യപ്പെടുമ്പോൾ അതിരൂക്ഷമായാണ് അങ്ങേയറ്റം വ്യക്തിപരമായ കൂടിയുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ കൂടിയാണ് ഇപ്പോൾ നയൻതാരയുടെ ഈ കുറിപ്പിലുള്ളത്. ഏതായാലും അത് 2 താരങ്ങൾ തമ്മിലുള്ള തമിഴകത്തെ പോരായി മാറുകയുമാണ്.